കടയ്ക്കാവൂർ തുടങ്ങിയ സ്റ്റേഷനുകളിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. 2016 IPS പദവി ലഭിക്കുകയും തിരുവനന്തപുരം, മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ അസിസ്റ്റന്റ് കമ്മീഷണറായി സേവനമനുഷ്ഠിക്കുകയും ഇപ്പോൾ ചീഫ് വിജിലൻസ് ഓഫീസറായി KSEB-യിൽ സേവനമനുഷ്ഠിക്കുന്ന ശ്രീമാൻ BK പ്രശാന്ത് IPS സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയനായ ശ്രീമാൻ ചന്ദ്രസേനൻ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി മാതൃ സംഘടന സീവയുടെ സജീവ പ്രവർത്തകനും സീവയുടെ ആദ്യത്തെ ട്രഷററുമായി കൂടിയായ ആദരണീയനായ ശ്രീമാൻ MA ഖാദർ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. സൗഹൃദ സംഘടനയുടെ 3ാമത്തെ ഓണാഘോഷ പരിപാടികൾ ഇവിടെ ആരംഭിക്കുകയായി. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ CSSന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞാൻ പ്രത്യേകം സ്വാഗതം പറയുകയാണ്. നമ്മുടെ ഈ പ്രവാസി സംഘടന നേരത്തെ പറഞ്ഞ പോലെ 2001 ദുബായിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ്. നമ്മുടെ ചിറയൻകീഴ് താലൂക്ക് വെൽഫെയർ അസോസിയേഷൻ എന്ന രീതിയിൽ നമ്മളൊരു സംഘടന ദുബായിൽ ഉണ്ടായി. അതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് രാജ്മോഹൻ ആണ്. പണ്ടകശാലയുള്ള അമ്മന്റെ നേതൃത്വത്തിലാണ് തുടങ്ങിയത്. ഞാൻ ഫുജിറ എമിറേറ്റ്സിലായിരുന്നു. സംഘടന നല്ല രീതിയിൽ വരുമ്പോൾ 2006 ഞാൻ അവിടെ നിന്ന് ഖത്തറിലേക്ക് പോയി. അതുവരെ നല്ല രീതിയിൽ സംഘടന വന്നു. അതിനുശേഷവും വളരെ നല്ല പ്രവർത്തനങ്ങളും ചിറയൻകീഴ് താലൂക്ക് എന്ന് പറയുമ്പോൾ കടയ്ക്കാവൂർ, ആറ്റിങ്ങൽ ഭാഗത്തുള്ള എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ വരികയായിരുന്നു. ഇപ്പൊ ഇതിനിടയ്ക്ക് കുറച്ചൊരു അസ്വസ്ഥത അതിനകത്തുണ്ടായിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി ചിലർ ഒരു ചെറിയ ഉടമ്പടിയുണ്ട്, കുറച്ചത് ഒന്ന് ബ്ലോക്കായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കുള്ള സംഘടനയുടെ ആസ്തി വളരെ കഷ്ടപ്പെട്ട് ഇവിടെ സംഘടന രൂപീകരിച്ച് ഇവിടെ എത്തിക്കാൻ ശ്രമിച്ച ആളാണ് നമ്മുടെ ഇരുന്നാലൻ ചേട്ടൻ. വളരെ കഷ്ടപ്പെട്ട ഒരു 10 വർഷത്തോളം ഇതിന്റെ പിന്നിൽ ബ്ലോക്കായി കിടന്ന പൈസ, നമുക്ക് സംഘടനയ്ക്ക് ആസ്തി വേണമല്ലോ, അവിടെ കിടന്ന ആ ദർഹത്തിനെ കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പി ആക്കി ഇവിടുത്തെ ബാങ്കിൽ എത്തിക്കാൻ വളരെ പ്രയത്നിച്ച ഒരാളാണ് ഇരിക്കുന്നത്. നമുക്ക് അതിൽ വളരെ ഞാൻ ഖത്തറിൽ പോയി 10ാം വാർഷികത്തിന് എനിക്ക് അതിൽ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റി. അന്ന് വക്കം പുരുഷോത്തമൻ സാറാണ് വന്നത്. അതിന്റെ അന്ന് അദ്ദേഹം ഗവർണറാണ്, ഗവർണറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പരിവാരങ്ങളൊക്കെ ആയിട്ട് വന്ന് വളരെ കളർഫുൾ ആയിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ച് ഒരു മീറ്റിംഗ് നടന്നു. ഞാൻ ഖത്തറിൽ നിന്ന് ഇതിനു വേണ്ടി എന്റെ ലീവ് ആയപ്പോൾ ഞാൻ അതുവഴിയാണ് വന്നത്. അതിനുശേഷമാണ് സംഘടനയ്ക്ക് കുറച്ച് ഇത് ഉണ്ടായത്. ഒരു പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു ടഫ് വാർ ഉണ്ടായിരുന്നു. സംഘടന വലുതാകുമ്പോൾ മത്സരം വരുമല്ലോ, അതൊക്കെ അല്ലാതെ ജീവിച്ചിവിടെ വന്നു. ഈ സംഘടനയുടെ മെയിൻ ഉദ്ദേശം ചാരിറ്റി തന്നെയാണ്. പക്ഷെ എല്ലാവരും പ്രവാസ ജീവിതം കൊണ്ട് എല്ലാവരും പ്രവാസ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല, അത് നമുക്കറിയാം. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ജീവിത വിജയം കണ്ടെത്തിയിട്ടുണ്ട്, കണ്ടെത്താത്തതുണ്ട്. അപ്പൊ അവരെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയി സംഘടനയിൽ നിന്ന് 400 പരം ആൾക്കാർ ഇതിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇപ്പൊ സർക്കാരുകളൊക്കെ ഉണർന്നു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ പ്രവാസികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നു. ഇൻഷുറൻസ് പദ്ധതി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ, റിട്ടയർ ആയി വന്നവർക്ക് ഇൻഷുറൻസ് ചേരാൻ പറ്റും. ഒരുപാട് പേർക്ക് ഇൻഷുറൻസ് ഇല്ലാതെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരുപാട് പ്രവാസി സംഘടനയുണ്ട്, വർക്കലയുണ്ട്, മലപ്പുറം, കോഴിക്കോടൊക്കെ ഒരുപാട് പ്രവാസി സംഘടനകളുണ്ട്. റിട്ടയർ ഇത് നമ്മൾ ഈ റിട്ടേൺസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്കൊരു നിവേദനം കൊടുക്കണ കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അത് നമുക്ക് ഗവൺമെന്റ് കൊടുക്കണം. ഇപ്പൊ ഈ ഇലക്ഷന് മുമ്പേ കൊടുക്കുകയും വേണം. കാരണം ഇപ്പൊ നമ്മൾ കൊടുത്താൽ അനുഭവപൂർവ്വം പരിഗണിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. കുറച്ച് ലേറ്റായി പോയവര് ഇതിൽ നമുക്ക് അത് അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ കമ്മിറ്റി വന്നിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ അവിടെ നിന്ന് റിട്ടയർ ആയി വന്നു. അപ്പോൾ തന്നെ ഫസ്റ്റ് മീറ്റിംഗിൽ ഇവിടെ വന്നപ്പോൾ തന്നെ 24 ചേട്ടനും അവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മളെല്ലാവരും
എല്ലാവരും കൂടി എന്നെ പ്രസിഡന്റാക്കി എടുത്തു. കാരണം അത് വളരെ വലിയൊരു ചുമതലയാണ് നമ്മളെ തന്നിരുന്നത്. പക്ഷെ ഇതുവരെ കഴിഞ്ഞ വർഷം ഓണാഘോഷം ഇത് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അതിന്റെ വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. ഇനി ഏപ്രിൽ ആകുമ്പോൾ നമ്മുടെ കാലാവധി കഴിയും. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇതിൽ വീണ്ടും പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാനായിട്ട് എന്നെക്കാളും കഴിവുള്ളവർ ഇതിനകത്തുണ്ട്. അവർ വരണം. പലരും മടിച്ചു നിൽക്കുന്നുണ്ട്. ഒന്ന് സംഘടന ഇത്രയും പേരുള്ള ഒരു സംഘടന എന്ന് പറയുമ്പോൾ ഞാൻ പല ക്ലബിലും മെമ്പറാണ്. എന്തെങ്കിലും കാര്യത്തിന് ഒരു മീറ്റിംഗ് വിളിച്ചാൽ വളരെ ശുഷ്കമായ മീറ്റിംഗ് ആണ്. പക്ഷെ നമ്മളിൽ ഉള്ളവർ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നവരുണ്ട്. പക്ഷെ അവരെല്ലാവരും മുന്നോട്ട് വരണം. സംഘടന നേതൃത്വത്തിലേക്ക് വരണം. അല്ലാതെ ഇത് അവരുടെ ജോലിയാണ് ഇവരുടെ ജോലിയാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. ഇപ്പൊ തന്നെ ഇവിടെ നമ്മൾ ഈ ഇവിടുത്തെ രജിസ്ട്രേഷനിൽ ഇറങ്ങി 100 കൂടുതലായിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമുക്കിതിന് നമ്മളെ കമ്മിറ്റി ഇറങ്ങുന്നതിന് ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ 2-3 കൊട്ടേഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ കുറച്ച് തുക കൂടിപ്പോയോ ഒന്നുമില്ല. അപ്പൊ ഇനിയും ആർക്കെങ്കിലും നമ്മുടെ മെമ്പേഴ്സിന് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 കൊട്ടേഷൻ വാങ്ങി തരിക. നമുക്കതെല്ലാം ഒന്ന് പഠിച്ചിട്ട് ഇപ്പൊ ഗൾഫിൽ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഇതിൽ ചേരാനായിട്ട് കഴിയും. ഒന്ന് അതിൽ സൈറ്റിൽ പോയി അവർക്ക് വന്നാൽ ഇവിടെ നമ്മൾ അപ്രൂവൽ നമ്മളുടെ മാസ്റ്റർ ലിസ്റ്റിൽ പോകണ്ട അതിൽ നോക്കും. അവിടെ 500 ദർഹം കൊടുത്ത് പെർമനന്റ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. പിന്നെ ഇപ്പം നമുക്ക് കുറച്ച് ആസ്തിയുണ്ട്. ആ പൈസ വളരെ സൂക്ഷിച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ പൈസ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു സൊസൈറ്റിയോ എന്തെങ്കിലും രീതിയിൽ രൂപീകരിച്ച് ഒരു പെൻഷൻ സ്കീം ഇതിൽ കൊടുത്ത് എല്ലാവരും വന്ന് നിൽക്കുന്നവരാണ്. അവർക്ക് ചിലവുകളുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ആദ്യം നമ്മുടെ സംഘടനയിലുള്ള എല്ലാ ആൾക്കാർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം. അപ്പോൾ ഇതിൽ പലരും പൈസക്കാരുണ്ട്, പൈസ ഇല്ലാത്തവരുണ്ട്. വളരെ ഭരണകർത്താന്മാരെല്ലാം ഇതിലുള്ള സംഘടനയിലുള്ളവരുണ്ട്. സംഘടനയിലുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ളവർ. അപ്പൊ അതുകൊണ്ട് നമുക്കെല്ലാവരും ഒരുമിച്ച് പോകാമെന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ പ്രത്യേകിച്ച് ഇന്നിവിടെ വന്നെത്തിയ പ്രശാന്ത് സാറിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. സാറിവിടെ ആറ്റിങ്ങിലൊക്കെ ഇരുന്നാണ്. ആറ്റിങ്ങിൽ DSP ഇരുന്നിട്ടുണ്ട്, ചിറയൻകീഴ് ഇരുന്നിട്ടുണ്ട്. ഈ ചിറയൻകീഴിന്റെ ഓരോ മുക്കും മൂലയും സാറിന് അറിയാം. എല്ലാ കാര്യങ്ങൾക്കും സാറ് ഓടി എത്തിയിട്ടുണ്ട്. എന്റെ ഒരു ബിൽഡിംഗ് ഞാനിവിടെ വെച്ചപ്പോൾ അതിന് സാറായിരുന്നു ഉദ്ഘാടനത്തിന് വന്നത്. ഇപ്പൊ കാനറ ബാങ്കിൽ ഇരിക്കുന്ന ആ ബിൽഡിംഗ് സാറാണ് വന്ന് ഉദ്ഘാടനം നടത്തി അനുഗ്രഹിച്ചിട്ട് പോയത്. സാറുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. പിന്നെ നമ്മുടെ ഒരു കുടുംബാംഗം അത് നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ പ്രവാസി ഭാരതിയുടെ അദ്ദേഹം എപ്പോഴും വിളിച്ചാലും അദ്ദേഹം ഓടിയെത്തും. നല്ലൊരു തകർപ്പൻ പ്രസംഗം നിങ്ങൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് അറിയാം. ഒരുപാട് പ്രവാസി കാര്യങ്ങൾ നമ്മളെക്കാളും കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും. എനിക്കും 2 മിനിറ്റാണ് സമയം തന്നിരിക്കുന്നത്. ഈ യോഗം തന്നെ തുടങ്ങാൻ വളരെ ലേറ്റായി. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും എല്ലാം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ഞങ്ങൾ ആദരണീയനായ നമ്മുടെ SP പ്രശാന്ത് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓരോരുത്തരായിട്ട് ഇറങ്ങി അനുസ്മരണല്ലേ? നമ്മുടേതായിട്ടുള്ള മാതാപിതാക്കളോട് നമ്മൾ എത്രത്തോളം കരുതലോടും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും നമ്മൾ ചെയ്യുന്നുവോ അത് തന്നെയായിരിക്കും നമ്മളുടെ മക്കൾ. അവരേത് സ്ഥലത്ത് നമ്മൾ വിദ്യാഭ്യാസം ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ധനം സമ്പാദിച്ചു കൊടുത്ത് അവർ ലോകത്തിന്റെ ഏത് നെറുകയിലേക്ക് പോയിരുന്നാലും അവന്റെ ചിന്തയിൽ ഉണ്ടാവണം അവനെ അവനാക്കിയിട്ടുള്ള മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, അവന്റെ നാട്ടിലുള്ള നന്മയുള്ള മനുഷ്യരെ, അവന്റെ നല്ല സൗഹൃദങ്ങളെ അവൻ ഒരിക്കലെങ്കിലും ഓർത്താൽ ഒരിക്കലും അവന്റെ ഒരു തെറ്റുകാരനിലേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ നല്ല കുട്ടികളായിട്ട് വളരുവാൻ
ഈ ഒരു ഓണക്കാലത്ത് നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുവാൻ, നല്ല ചിന്തകൾ ഉണ്ടാകുവാൻ, നല്ല രീതിയിൽ നമ്മുടെ മക്കളെ അവർ വളർത്തിക്കൊണ്ടുവരുവാൻ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കേവലം ഒരു ജോലി സമ്പാദിക്കുവാനുള്ള അല്ല, ജീവിതത്തിൽ അനുഭവങ്ങൾ സമ്പാദിക്കുവാനുള്ളതാണ്. നമ്മൾക്ക് ഏതെങ്കിലും ഒരു ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ നിമിഷത്തിൽ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് പോയാലോ അല്ലെങ്കിൽ തനിക്ക് ജീവിതത്തിലെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളതിന് അനുഭവ സമ്പത്തുള്ള നമ്മളുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായി നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ സീനിയർ സിറ്റിസൺസിന് അവരുടെ അടുത്ത് ചെന്ന് അവരുമായി സൗഹൃദം ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം വെല്ലുവിളികൾ 10, 11, 12 മക്കളുണ്ടായിരുന്ന അവരുടെ കുടുംബത്തിൽ അവരെങ്ങനെയാണ് ആഹാരം ഷെയർ ചെയ്തിരുന്നത്, അവരെങ്ങനെയാണ് സൗഹൃദം പങ്കിട്ടിരുന്നത്, ആ ഒരു കാര്യം അങ്ങനെയുള്ള അനുഭവ സമ്പത്ത് അവർക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ അവരെങ്ങനെയാണ് തരണം ചെയ്തത്, ആത്മഹത്യയിലേക്ക് പോകാതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല സൗഹൃദങ്ങളുള്ള ഒരു കൂട്ടായ്മ, അതിന്റെ ഒരു ഉത്തമ അല്ലെങ്കിൽ ഉദാഹരണമാണ് നിങ്ങളുടെ കഷ്ടപ്പെട്ട് വിദേശത്ത് പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നിരിക്കുന്ന നല്ലവരായിട്ടുള്ള ഈ ചിറയൻകീഴിന്റെ കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ ഗൾഫ് റിട്ടേണീസ്, ഈ നിങ്ങളുടെ പേരിന്റെ പോലെ തന്നെ സൗഹൃദമുള്ള നല്ല മനുഷ്യരായിട്ട് നിങ്ങൾക്ക് ജീവിക്കുവാനും ഈ ഇനിയുള്ള കാലം നമുക്ക് ഓണം ആഘോഷിക്കുവാനും നമ്മളെ മക്കളെ നല്ല രീതിയിൽ വളർത്തുവാനും, നല്ല സ്നേഹമുള്ളവരായിട്ട് വളർത്തുവാനും, കരുണയുള്ളതായിട്ട് വളർത്തുവാനും, നന്മയുള്ളവരായിട്ട് വളർത്തുവാനും, നമുക്ക് തിരിച്ച് ജീവിതത്തിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ നമുക്ക് ഏറ്റവും നല്ല വലിയ മണമുള്ള പുഷ്പങ്ങളായിട്ടില്ലെങ്കിലും അടുത്ത് നിൽക്കുന്ന ഒരാളിനെങ്കിലും മണം കൊടുക്കുന്ന, നന്മ കൊടുക്കുന്ന നല്ല മനുഷ്യരായിട്ട് ജീവിച്ച് ഈ ഭൂമിയിൽ നിന്നും തിരിച്ചു പോകുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൃതാർത്ഥമായെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് ഈ സൗഹൃദ വേദിയുടെ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ നന്മകളും ഈ നാടിന് വേണ്ടി ചെയ്തു, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്തു, കുടുംബത്തിന് ചെയ്തു. ഇനിയും അത് തുടരട്ടെ. നിങ്ങൾക്ക് നല്ല ഈ കഴിഞ്ഞ സെപ്റ്റംബർ 5-നായിരുന്നു ഓണം. ആ ഓണം ഇത്രയും താമസിച്ച് അതിന്റെ എല്ലാ വൈബോടുകൂടി നിങ്ങൾ ആഘോഷിക്കുന്നു. ഈ സൗഹൃദ വേദിയിൽ വരുവാനും നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും കഴിഞ്ഞതിൽ വളരെയധികം കൃതാർത്ഥതയുണ്ട്, നന്ദിയുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും ഈ നല്ല ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഈ ഒരു ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രവാസികളുടെ നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന്, അത് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് പ്രവാസി ഭാരതിയും ആ പ്രവാസി ഭാരതിയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ചന്ദ്രസേനൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ നോർക്ക എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷനാണ്. ആ ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അവിടെ ചന്ദ്രസേനന് യാതൊരു സ്ഥാനമോ ഒന്നുമില്ല. ആ ഒരു തെറ്റ് തിരുത്തണം. എല്ലാവർക്കും വേണ്ടി ഞാൻ തന്നെ തിരുത്തുന്നു. പ്രിയമുള്ളവരെ, വളരെ അർത്ഥവത്തായ ചില വാക്കുകളിലൂടെ നമ്മുടെ സമകാലിക കുടുംബ സാമൂഹ്യ പശ്ചാത്തലം സ്വന്തം അനുഭവങ്ങളിലൂടെ വരച്ചു കാട്ടിക്കൊണ്ടാണ് ഉദ്ഘാടന പ്രസംഗത്തിലൂടെ പ്രശാന്ത് സാർ തന്റെ ജീവിതാനുഭവം പങ്കുവച്ചത്. വളരെ ദാരിദ്ര്യത്തിൽ നിന്ന് വളർന്നു വന്ന് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായതിലൂടെ അദ്ദേഹം കടന്നു വന്ന കടമ്പകൾ ഇവിടെ കേട്ടുകൊണ്ടിരുന്ന കുഞ്ഞു മനസ്സുകളുടെ മനസ്സിൽ എന്തെങ്കിലും ചില ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ളവർ കൃതാർത്ഥരായി. ജീവിത യാഥാർത്ഥ്യങ്ങളെ തൊട്ടു നിരവധി അനുഭവങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു പ്രവാസി സമൂഹത്തിന് മുന്നിൽ തീർച്ചയായിട്ടും അർത്ഥവത്തായ ചില വാക്കുകളിലൂടെ വരും തലമുറ പാലിക്കേണ്ടുന്ന ചില മര്യാദകളും സംസ്കാരവും വളരെ കൃത്യമായി തന്നെ അദ്ദേഹം എടുത്തുകാട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നതിൽ നല്ലൊരു ഭാഗം പേരും ഗൾഫ് രാജ്യത്ത് എന്നേക്കാൾ കൂടുതൽ കാലം ജീവിച്ചവരും പ്രവാസിയുടെ ജീവിതാനുഭവങ്ങൾ സ്വന്തമാക്കിയവരുമാണ്. എന്തുകൊണ്ടാണ് ഈ ചന്ദ്രസേനനെ വീണ്ടും വീണ്ടും പ്രവാസി സംഘടനകൾ പ്രസംഗത്തിന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു ഒരു റേഡിയോ എന്നൊരു മാധ്യമം വളരെ പോപ്പുലറായ ഒരു മാധ്യമമായി ഗൾഫ് രാജ്യത്ത് മാറിയത് കൊണ്ട് മാത്രമല്ല, പ്രവാസികളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളിൽ ചലനാത്മകമായ ചില സംഗതികൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു മനസ്സിന്റെ ഉടമയായതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ചിറയൻകീഴ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഭിമാനപൂർവ്വം തോന്നിയിട്ടുള്ളത്, നമ്മുടെ ഗൾഫ് രാജ്യത്ത്, പ്രത്യേകിച്ച് UAE എന്നൊരു ചെറിയ രാജ്യത്ത് കേരളത്തിൽ നിന്ന് മാത്രമായി വന്നെത്തിയ മലയാളികൾ ഏകദേശം 1000-ലധികം സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ പിളരാത്ത ഒരു സംഘടനയാണ്
ചിറയൻകീഴ് അസോസിയേഷനെ വിചാരിക്കുന്നു. ഇതേവരെ പിളർപ്പുണ്ടായിട്ടില്ല. ഏകദേശം 368 സംഘടനകളുടെ വാർഷികാഘോഷ പരിപാടികളിലും ഉദ്ഘാടന പരിപാടികളിലും ഗൾഫ് രാജ്യത്ത് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് വരും തലമുറയെ എങ്ങനെ പ്രോജ്വലിപ്പിക്കാം, അവരെ എങ്ങനെ സൽമാർഗത്തിലേക്ക് നയിക്കാം എന്നുള്ളൊരു ഉപദേശം നമുക്ക് എല്ലാവർക്കും തന്നു. പ്രശാന്ത് സാർ പറഞ്ഞു വേറൊരു കാര്യം, നിങ്ങൾ നമ്മുടെ കേരളം ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇവിടെ ഒരുപാട് വ്യവസായങ്ങളോ ഫാക്ടറികളോ ഒന്നുമുള്ള പ്രദേശമല്ല എങ്കിൽ പോലും ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് കേരളം പുരോഗതിയുടെ പന്ഥാവിലേക്ക് അനുസ്യൂതം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രവാസികൾ കൊണ്ടുവന്ന പൈസയുടെ തട്ടകത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിതെല്ലാം നേടിയത് എന്ന് പറയുന്നതിൽ യാതൊരു അനൗചിത്യവും ഞാൻ കാണുന്നില്ല. നമ്മുടെ ഉദ്ഘാടകൻ ശ്രീമാൻ BK പ്രശാന്തൻ IPS സാറിനെ ആദരിക്കാനായി പൊന്നാട അണിയിക്കാൻ സെക്രട്ടറി ശ്രീമാൻ G ബാബു അവർകളെ ക്ഷണിക്കുന്നു. മൊമെന്റോ കൊടുക്കുന്നതിനായി പ്രസിഡന്റ് ശ്രീമാൻ V ഷാജികുമാർ അവർകളെ ക്ഷണിക്കുന്നു. നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീമാൻ ചന്ദ്രസേനൻ അവർകളെ ആദരിക്കുന്നതിനായി പൊന്നാട അണിയിക്കാൻ സെക്രട്ടറി ശ്രീമാൻ G ബാബു അവർകളെ ക്ഷണിക്കുന്നു. മെമന്റോ കൊടുക്കാൻ പ്രസിഡന്റ് ശ്രീമാൻ V ഷാജികുമാർ അവർകളെ ക്ഷണിക്കുന്നു.